പൊന്നടാവേ ചെമ്മാക്കുടിയാ. ഹലോ ഫ്രണ്ട്സ്, കോട്ടയത്തിൻ്റെ പുതിയ വികസന മന്ത്രമായ സയൻസ് സിറ്റിയിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിന്ന് ഇവിടുത്തെ കാഴ്ചകളൊന്ന് കാണാം. എൻട്രൻസിനോട് ചേർന്ന് കാണുന്ന ബിൽഡിങ്ങിലാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. ഒരാൾക്ക് 30 രൂപയാണ് ടിക്കറ്റ് ചാർജ്. സ്റ്റുഡൻസിന് 20 റുപ്പീസേ ഉള്ളൂ. 3D ഷോ കാണണമെന്നുണ്ടെങ്കിൽ അഡീഷണൽ 30 റുപ്പീസ് കൂടി ആകും. ഞങ്ങൾ 3D ഷോ കൂടി ആഡ് ചെയ്താണ് ടിക്കറ്റ് എടുത്തത്. അവിടുന്ന് നമ്മുടെ വണ്ടിയിൽ തന്നെ നമുക്ക് മുകളിലേക്ക് പോകുവാൻ സാധിക്കും. നടന്നു പോകാനാണെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട്. പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാനറ്റോറിയമാണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. അതിനോട് ചേർന്ന് ഒരു ചെറിയ ഗ്രൗണ്ട് ഉണ്ട്. ഞങ്ങൾ അവിടെയാണ് വണ്ടി പാർക്ക് ചെയ്തത്. വേണമെങ്കിൽ നമുക്ക് മുകളിൽ കൊണ്ടുവന്ന് ബിൽഡിങ്ങിനോട് ചേർന്ന് പാർക്ക് ചെയ്യാവുന്നതാണ്. ഇവിടെ കുടുംബശ്രീയുടെ ഒരു ഫുഡ് കോർട്ട് വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ സയൻസ് സെൻറ്ററിലേക്ക് എൻ്റർ ചെയ്യാൻ പോകുകയാണ്. സയൻസ് സിറ്റിയുടെ സ്റ്റേജ് 1 പ്രൊജക്റ്റാണ്. ഇനി ഒത്തിരി ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് അവിടെ നടക്കുന്നുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഫൺ സയൻസിൻ്റെ ഒരു സെഷനാണ് വരുന്നത്. നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ച സയൻസിലെ വിസ്മയമായ കണ്ടുപിടുത്തങ്ങൾ പ്രാക്ടിക്കലി നമുക്കിവിടെ കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും. തീരെ കൊച്ചുകുട്ടികളുമായി വന്നാൽ അവർക്ക് അത്ര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു 5th സ്റ്റാൻഡേർഡിന് മുകളിലോട്ടുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കും ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഞങ്ങൾ രണ്ടുപേരും തന്നെ പോയതുകൊണ്ട് ഇത് ശരിക്കും എൻജോയ് ചെയ്യാനും മനസ്സിലാക്കാനും പറ്റി എന്നുള്ളതാണ് സത്യം. പിള്ളേരുമായിട്ട് പോയിരുന്നെങ്കിൽ ഇതൊന്നും ശരിക്കും ആസ്വദിക്കാൻ സാധിച്ചെന്ന് വരില്ല. മാഗ്നറ്റ് തരികളുടെ ഈ രൂപമാറ്റം കണ്ടോ? വെൽക്കം ടു ദി വേൾഡ് ഓഫ് മ്യൂസിക്. ടിങ് ടോങ് ടാങ്. അത് അങ്ങോട്ട് നോക്കൂ. അങ്ങോട്ട് നോക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാലും മതി. ഫ്രീ ആയിട്ട് കെട്ടിയോൻ്റെ എക്സസൈസും നടന്നു. എന്നാൽ ഇനി കുറച്ചു നേരം ബോൾ കറക്കി കളിക്കാം.
താഴത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലേക്ക് നീങ്ങുവാണ്. എമർജിംഗ് ടെക്നോളജീസ്, മറൈൻ സയൻസ് ആൻഡ് ഒരു ചെറിയ കിഡ്സ് പ്ലേ ഏരിയയുമാണ് ഇവിടെയുള്ളത്. AI ഉൾപ്പെടെയുള്ള ഒത്തിരി ന്യൂ ടെക്നോളജീസിൻ്റെ ഒരു വണ്ടർ വേൾഡ് തന്നെയാണ് ഇവിടെ. ശരിക്കും നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്താൽ ഒത്തിരി അറിവുകൾ നമുക്കിവിടുന്ന് സ്വന്തമാക്കാൻ സാധിക്കും. നമ്മുടെ സണ്ണിനെയല്ലേ ഇതേ പിടിച്ച് കൂട്ടിലിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഭൂമി ഞാൻ ഇങ്ങനെ എടുക്കുക, ആർക്കും വിരോധമൊന്നുമില്ലല്ലോ അല്ലേ. ഇതെനിക്ക് ഒത്തിരി ഇഷ്ടമായ ഒരു പ്ലേസ് ആണ് കേട്ടോ. അന്റാർട്ടിക്കയിൽ ചെന്ന ഹിമക്കരടികളുടെ കൂടെ നടന്ന ഒരു ഫീൽ കിട്ടി. റിയലി നൈസ്. പിയാനോ ഒക്കെ വായിച്ച് ഞാൻ തകർത്തു. ചെമ്മാക്കുടിയാ എർത്തിൻ്റെ ടോപ്പോഗ്രഫിയാണ് കേട്ടോ ഇത്. സോയിൽ യൂസ് ചെയ്ത് ലൈറ്റ് പ്രൊജക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്തേക്കുന്നതാണ്. കടലിൽ വേവ്സ് ഉണ്ടാകുന്നതിൻ്റെ മോഡലാണിത്. ബയോ ഇൻഫർമേഷൻസിന് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോർഷനാണിത്. നമ്മൾ ചാടുമ്പോൾ എത്ര ഹൈറ്റിലാണ് ചാടുന്നതെന്ന് പോലും ഇതിൽ നമുക്ക് കിട്ടും. നെക്സ്റ്റ് സെഷൻ മറൈൻ വേൾഡ് ആണ്. ശരിക്കും നമ്മളൊരു കടലിൻ്റെ അടുത്തട്ട് ചെന്ന് എങ്ങനെയിരിക്കും, എക്സാക്ട്ലി ആ രീതിയിലുള്ളൊരു വ്യൂ ആയിരുന്നു ഇത്. ഒത്തിരി മനോഹരമായ കാഴ്ചകളാണ് ഇവിടെ. എനിക്ക് ശരിക്കും ഏതാണ്ട് ഒരു 15 ഇയേഴ്സ് ഏജ് പുറകോട്ട് പോയൊരു ഫീലായിരുന്നു. കാരണം പുറത്തൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ ശരിക്കും കുട്ടികളെ പോലെയാവും. അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകും. നീ കുട കിടക്കുന്ന ഡയറക്ഷൻ ആയിരിക്കില്ല നീ പോണേ, നീ ഉൾട്ടാ ഡയറക്ഷനിൽ പോകും.
മനസ്സിലായോ? അത്രയേ ഉള്ളൂ. കൂട്ടത്തെ കഴിഞ്ഞെങ്കിൽ ഞാൻ വാ. ഷോയുടെ ടൈം ആകുന്നതേ ഉള്ളായിരുന്നു കേട്ടോ. സോ ഞങ്ങളൊന്ന് ഫുഡ് കഴിക്കാൻ ഫുഡ് കോർട്ട് വരെ പോയി. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് വയറ് ഫുള്ളാക്കി 3D ഷോയ്ക്ക് കയറി. 3D ഷോയുടെ ഡിഫറെൻറ്റ് ടൈംസ് ഡേ നമുക്കിവിടെ കാണാൻ പറ്റും. ടിക്കറ്റ് എടുത്താൽ ഏത് ഷോയ്ക്ക് വേണമെങ്കിലും നമുക്ക് കയറാൻ പറ്റുമേ. നമുക്ക് ഷോ കാണാനുള്ള കണ്ണാടിയൊക്കെ തന്നു. അങ്ങനെ അകത്ത് കയറി ഗ്ലാസ് ഒക്കെ വെച്ച് ചെറിയ കോപ്രായങ്ങളൊക്കെ കാണിച്ച് ഞങ്ങളങ്ങ് ഇരുന്നു. ത്രീ ഷോ ശരിക്കും അമേസിംഗ് ആയിരുന്നു. അപ്പോൾ ഇതാണ് കോട്ടയം സയൻസ് സിറ്റിയിലെ വിശേഷങ്ങൾ. ജസ്റ്റ് ഫേസ് 1 ആണ് ഇതെന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം. ഒരു മസ്റ്റ് വിസിറ്റ് ലൊക്കേഷനാണിത്. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ടൈം വരുന്നത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ്. മൺഡേസ് അവധിയാണ് കേട്ടോ. സോ എല്ലാവരും വേഗം പോകുന്നോളൂ നമ്മുടെ സയൻസ് സിറ്റിയിലേക്ക്.